ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നല്ലൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. പരിപ്പ് കറി നമുക്ക് പല സാധനങ്ങൾ ഇട്ടിട്ട് ഉണ്ടാക്കാം. അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ചേർത്തിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഈ ഒരു പരിപ്പ് കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന പരിപ്പ് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് കൂടിയ തീയിൽ 1 വിസിലും കുറഞ്ഞ തീയിൽ 2 വിസിലും അടിച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഏകദേശം ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 1 മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് തരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ കുറച്ച് തരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പരിപ്പും പപ്പായയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം പപ്പായയും കൂടി ഒരുമിച്ച് ചേർത്ത് വേവിക്കുന്നതായതുകൊണ്ട് തന്നെ പപ്പായ നമുക്ക് വെന്തുടഞ്ഞിട്ടാണ് കിട്ടുക. ഇനി നിങ്ങൾക്കിനി വെന്തുടയേണ്ട എങ്കിൽ ആദ്യം പരിപ്പ് വേവിച്ചതിന് ശേഷം വീണ്ടും പപ്പായ ചേർത്ത് വേവിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എനിക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് വീട്ടിൽ തന്നെ നട്ടുവളർത്തിയ കറിവേപ്പിലയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇത് അത്യാവശ്യം കട്ടിയുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ അരപ്പ് ഒഴിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. അധികം കട്ടിയായി ഇരിക്കുന്നതിനേക്കാളും ഈ ഒരു ലൂസിലിരിക്കുന്നതാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ്. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ കുറച്ച് സമയം കുക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് മതിയാകും. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു കൈപ്പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങ ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പപ്പായ ചേർത്ത പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.